മാനസിയും മാനവിയും കടലാസിലെ കടങ്കഥ വായിച്ചു. എനിക്ക് ശബ്ദമുണ്ട്, പക്ഷെ വാക്കുകളില്ല. എനിക്ക് താക്കോലുകളുണ്ട്, പക്ഷെ വാതിലുകളില്ല. ഞാൻ കഥകൾ പറയും, പക്ഷെ എനിക്ക് വായില്ല. എന്താണ് ഞാൻ? അവർ പരസ്പരം നോക്കി. താക്കോലുകളുണ്ട്, പക്ഷെ വാതിലുകളില്ലേ? മാനവി സംശയത്തോടെ ചോദിച്ചു. മാനസി ഒരു നിമിഷം ആലോചിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നു. പിയാനോ, മുത്തച്ഛന്റെ പഴയ പിയാനോ. അവൾ പറഞ്ഞു, അതിന് കറുപ്പും വെളുപ്പും താക്കോലുകളുണ്ടല്ലോ. അവർ വേഗം രഹസ്യമുറിയിൽ നിന്നിറങ്ങി സംഗീത മുറിയിലേക്ക് ഓടി. പൊടി പിടിച്ച പിയാനോ മുറിയുടെ ഒരു കോണിൽ നിന്നിരുന്നു. മാനസി കടങ്കഥ എഴുതിയ കടലാസ് ഒന്നുകൂടി നോക്കി. അതിലെ ചില അക്ഷരങ്ങൾക്ക് താഴെ നേർത്ത വരകളുണ്ടായിരുന്നു. CAGE. ഇതൊരു കോഡാണ്, അവൾ പറഞ്ഞു. അവൾ പിയാനോയുടെ മുന്നിലിരുന്ന് ആ 4 സ്വരങ്ങൾ വായിച്ചു. ആ സ്വരങ്ങൾ വായിച്ചതും പിയാനോയുടെ വശത്തുള്ള ഒരു ചെറിയ മരത്തിന്റെ അടപ്പ് ക്ലിക്ക് എന്ന ശബ്ദത്തോടു കൂടി തുറന്നു വന്നു. അതൊരു രഹസ്യ അറയായിരുന്നു. മാനവി ആശ്ചര്യത്തോടെ അതിലേക്ക് നോക്കി. ആ അറയ്ക്കുള്ളിൽ ഒരു താക്കോൽ ഉണ്ടായിരുന്നു. അതൊരു സാധാരണ താക്കോലായിരുന്നില്ല. മനോഹരമായ കൊത്തുപണികൾ ചെയ്ത ഒരു സ്വർണ്ണ താക്കോൽ. അതിനോടൊപ്പം ഒരു പഴയ ഡയറിയും ഒരു മടക്കി വെച്ച കത്തും ഉണ്ടായിരുന്നു. മാനസി ആ ഡയറിയും കത്തും പുറത്തെടുത്തു. ആ കത്ത് അവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് മുത്തച്ഛന്റെ കൈയക്ഷരത്തിൽ അത് തുടങ്ങിയിരുന്നു. നിങ്ങൾ ഇത് കണ്ടെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. യഥാർത്ഥ നിധി സ്വർണമോ പണമോ അല്ല, മറിച്ച് അറിവും ഓർമ്മകളുമാണ്. ഈ ഡയറി എന്റെ കണ്ടുപിടുത്തങ്ങളുടെയും കഥകളുടെയും ലോകമാണ്. ഈ താക്കോൽ അറിവിന്റെ ലോകത്തേക്കുള്ള വാതിൽ തുറക്കാനുള്ളതാണ്. ഏറ്റവും വലിയ നിധി നിങ്ങൾ ഒരുമിച്ച് നടത്തിയ ഈ യാത്രകളാണ്. മാനസിയുടെയും മാനവിയുടെയും കണ്ണുകൾ നിറഞ്ഞു. അവർ ആ ഡയറിയുടെ താളുകൾ മറിച്ചു നോക്കി. അതിൽ മുത്തച്ഛന്റെ സ്വപ്നങ്ങളും കണ്ടുപിടുത്തങ്ങളും കഥകളും നിറഞ്ഞിരുന്നു. അവർ തങ്ങളുടെ മുത്തച്ഛന്റെ ലോകം കണ്ടെത്തിയിരിക്കുന്നു. രഹസ്യങ്ങളുടെ താക്കോൽ അവരുടെ കയ്യിലായിരുന്നു. അത് സ്നേഹവും ഓർമ്മകളുമായിരുന്നു.